അതുപോലെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ക്യാമ്പയിനിങ് കാണാൻ സാധിച്ചു യുവാക്കളുടെ. അപ്പോൾ ദീപ്തി മാം ഉള്ളതുകൊണ്ട് അത് ചോദിക്കണം, അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാ കാലത്തും റിസർവേഷൻ അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്, അത് അംഗീകരിക്കുന്ന ഒരാളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കാശ് കൊടുത്ത് ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന യുവാക്കൾ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഇവിടുത്തെ യുവാക്കൾക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ അത് അതിനൊരു പരിഹാരം യുഡിഎഫിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇരുന്ന് പോകണ്ട എന്നുള്ളതാണോ? അങ്ങനെ എന്റെ ആഗ്രഹം റിസർവേഷൻ വേണം എന്നുള്ളതാണ്. ഇത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആയിരുന്നു. അതെ, അതാ പറഞ്ഞത്. നിൽക്കുകയും ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എന്താണെന്നറിയാം, ഇതെല്ലാം ഒരു കൺസെപ്റ്റാണ്. നമ്മളുടെ ഇതൊരു സാമൂഹ്യമായ ഒരു വിഷയം കൂടിയാണ്. കാരണം എന്തുകൊണ്ടാണ് സ്ത്രീ ഇരുന്നോട്ടെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സ്ത്രീകളും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ കുറച്ചുകൂടി ഫിസിക്കലി അവർക്ക് കുറച്ചുകൂടി ഒരു പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് ഫിസിക്കലി ഞാൻ പറഞ്ഞത്, മെന്റലി അല്ല ഞാൻ പറഞ്ഞ. അയ്യോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് മെന്റലി ആണുങ്ങളെക്കാൾ കുറച്ചുകൂടി സൈക്കോളജിക്കലി ഒക്കെ കുറച്ചുകൂടി ഹൈ ആണെന്നാണ് സ്ത്രീകൾ, അത്തരത്തിലാണ് പറയപ്പെടുന്നത്. പക്ഷേ ഫിസിക്കലി ഉള്ള അവർക്കൊരു ഇതെന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് നമ്മൾ സീറ്റുകൾ കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഈ പുരുഷന്മാർ തിങ്ങി നിറഞ്ഞ് ബസ്സുകളിലൊക്കെ സാഹചര്യം നമുക്കറിയാം. തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ വളരെ പ്രയാസപ്പെട്ട് യാത്രയും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ എണ്ണം കൊണ്ട് ചിലപ്പോൾ കുറവ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പലതും വന്നു കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്ക് കൂടി സീറ്റുകൾ കൊടുക്കണമെന്നുള്ളത്, പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് റിസർവേഷൻ എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടാവും, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടാവും. പുരുഷന്മാർ പൊതുവെ കുട്ടികളെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണൽ കുറവോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്തരം ആവശ്യങ്ങളൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ വരാറുള്ളത്. അപ്പോഴാണ് പലപ്പോഴും അപ്പൊ അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ധാരാളമായി വന്നപ്പോഴാണ് സ്ത്രീകൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കാര്യം. ചില ആളുകൾ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്, ചില പുരുഷന്മാർ അങ്ങനെ വയ്യാത്ത സ്ത്രീകൾ വന്നാൽ അല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ വന്നാലൊക്കെ എഴുന്നേറ്റ് കൊടുക്കും, ചിലർ എഴുന്നേറ്റ് കൊടുക്കില്ല. അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ ഒരു നിയമം ഒരിടയ്ക്ക് വന്നത്. അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാറ്റണം. ഇപ്പൊ ആ റിസർവേഷൻ ഇരിക്കവേ തന്നെ ഈ പറഞ്ഞ പൈസ കൊടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രയോറിറ്റി ബസ്സിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ടോ? എല്ലാവരും പണം കൊടുത്ത് തന്നെയാണല്ലോ പോകുന്നത്. പറഞ്ഞ് നമ്മൾ പ്രചരിപ്പിച്ച് പുരുഷന്മാരെ പ്രകോപിപ്പിക്കേണ്ട.